ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഒരു ടാസ്ക് ഏറിയൊരു കഥ പറയാൻ പോവുകയാണ് കേട്ടോ. ഒന്നുമല്ല, ചെടീനെക്കുറിച്ച് തന്നെയാണ്. നമ്മളെ ചെടി നടുന്നൊരു വീഡിയോ ആണ്. കുറച്ചൊരു ടാസ്ക്കായിരുന്നു കേട്ടോ ഇന്നത്തെ റിപ്പോർട്ടിങ്. കണ്ടില്ലേ, ചെത്തി തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോണത്. അത് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ പോട്ടിൽ നിൽക്കുന്ന ഒരു ചെത്തിയാണ് കേട്ടോ. നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നട്ടാണ് ഈ മണ്ണിൽ കേട്ടോ. മണ്ണിൽ എന്താണെന്നറിയില്ല, പൂവൊന്നും ഇടുന്നില്ല. ആൾ ഉഷാറായിട്ടുണ്ട്, പക്ഷേ പൂവൊന്നും ഇടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെയിലൊന്നും കിട്ടാഞ്ഞിട്ടായിരിക്കും. കാരണം മേലെ കൂടെ കുറേ മരങ്ങളൊക്കെ പോയിട്ട് ഈ ചെത്തിക്ക് അധികം വെയിൽ കിട്ടണില്ല കേട്ടോ. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നേ. അങ്ങനെ എന്ത് ചെയ്തു, പറിച്ചെടുത്തു. കഷ്ടപ്പെട്ടു കേട്ടോ, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഗൺവില്ല കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു കത്രികയാണ് കേട്ടോ. കത്രിക എന്ന് പറയുമെന്നറിയില്ല, എന്നില്ലാവട്ടെ. അപ്പോൾ അത് വെച്ചിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് 2 പാർട്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ശിഖരങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് അതിന് ശേഷം കൊണ്ട് നമ്മൾ പ്ലാന്റ് നടണത്. അതായത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഷേപ്പിന് കിട്ടുമല്ലോ, ഒരു ബോളൊക്കെ പോലെ ആകൃതിയിലൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പുറത്ത് കൂടുതലായിട്ട് നിൽക്കണ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ പോട്ടി മിക്സ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുറച്ച് ചരൽ മണലാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം കുറച്ച് അടക്കടത്തുണ്ട്, ഓപ്ഷണലാണ്. അടക്കത്തുണ്ടും നമ്മളിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്ലാന്റ് നടാനായിട്ട് നമ്മൾ അടക്കത്തുണ്ടിലാണ് കൂടുതലും പ്ലാന്റ്സ് നടുന്നത്. പിന്നെ ചകിരിയിലും. അങ്ങനെ ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് അതിന് മേലെ കൂടി നമ്മൾ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ അടക്കത്തുണ്ടും ചകിരിയൊക്കെ ഇടണം, ചരലൊക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിളക്കം കിട്ടാനും മണ്ണ് കളി കെട്ടാണ്ടിരിക്കാൻ, ഇങ്ങനെ കളി കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ചെടി വളരൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ, മണ്ണിൻ്റെ അടിയിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗം ഉണ്ടല്ലോ, സെക്കൻഡ് പാർട്ട്, അത് നമ്മൾ കവറിൽ നടാന്നാണ് വിചാരിക്കണത്. കാരണം മഴക്കാലമായതുകൊണ്ട് പിടിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എന്നാലും നമുക്ക് കവറിൽ നട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് പോട്ടിലോട്ട് മാറ്റാം കേട്ടോ. ഇത് നല്ല ഭംഗിക്കൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഞാനൊരു ഓണം കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാ പ്ലാൻസും സെയിലായിപ്പോയി. അതൊക്കെ എല്ലാവർക്കും കിട്ടി. വളരെ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. നമ്മൾ പാക്കിങ്ങും ഇഷ്ടമായി, നമ്മുടെ പ്ലാന്റ്സ് ഇഷ്ടമായി, ഹെൽത്തി പ്ലാന്റ്സാണ്. അങ്ങനെ ഒരുപാട് കമൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായിട്ടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ഓർഡർ വന്നാൽ പിന്നെ ഉമ്മക്ക് ഉറക്കമുണ്ടാവില്ല കേട്ടോ. കാരണം അതിൻ്റെ ഒരു ടെൻഷനിലാണ്. പ്ലാന്റ്സ് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തി അവരെ അഭിപ്രായം അറിയണവരെയും ഉമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ഭാഗം, നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്. എന്നിട്ട് അതും സെയിം തന്നെ നമുക്ക് പ്ലാന്റ് നടാമെന്ന് വിചാരിച്ച്, ഞാൻ പറഞ്ഞ നേരത്തെ കവറിലാണ് നടണമെന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ കവറിൽ നടിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചെത്തിയാണ് കേട്ടോ നമുക്ക് പ്രചോദനം തന്നത്. ഈ ചെത്തി ഇങ്ങനെ ചട്ടിയിൽ നട്ടിട്ട് പോട്ടിൽ നട്ടിട്ട് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ചെത്തിയാണെങ്കിലോ വളരെ ഷോക്കായിട്ട് നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ ഉദിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാലേ ഞാനിടുന്ന ചെടികളുടെ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ. വിലക്കുറവിൻ്റെ ചെടികളുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്.